പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചിട്ടിപ്പോൾ ഇന്ന് 31 ദിവസമാകുന്നു. ഇത് 3 ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞു തുടങ്ങിയ യുദ്ധമാണ്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ട്രംപാണ് യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരവാദി. അപ്പോൾ വേറെ ആരെയും പറയാൻ ഒക്കത്തില്ല. അമേരിക്കയും ഇസ്രയേലുമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരവാദികൾ. യുദ്ധം തുടങ്ങി വെച്ച അവരാണ്. അപ്പോൾ അത് പശ്ചിമേഷ്യ ആകെ കത്തിപ്പടരുകയാണ് യുദ്ധം. ഇപ്പോൾ ഇറാന് വേറെ മാർഗമില്ല. അവർക്ക് ബാക്കിയുള്ള ആളുകളെ ഇവിടെ അമേരിക്കൻ താവളങ്ങൾ എവിടെ ഉണ്ടോ, ഏതൊക്കെ രാജ്യത്ത് അവരുടെ അലൈസായിട്ടുള്ള ആളുകളുണ്ടോ അവരെയൊക്കെ ആക്രമിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. യഥാർത്ഥത്തിൽ ഇത് മുൻകൂട്ടി കണ്ടിരുന്നില്ല പ്രസിഡന്റ് ട്രംപ്. ഇതാണ് പ്രശ്നം വന്നത്. അവിടെ എടുത്തിയാട്ടമല്ല, ഇന്ന് പറയുന്നതല്ലല്ലോ നാളെ പറയുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഒരു കാര്യം പറയും, ഉച്ചയ്ക്ക് വേറൊരു കാര്യമായിരിക്കും, രാവിലെ പറഞ്ഞ ഒന്നും ഓർക്കുന്നില്ല, രാത്രി പറയുന്നത് വേറെ കാര്യമായിരിക്കും. ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അദ്ദേഹത്തിൻ്റെ മാനസിക നില ആ രീതിയിലുള്ള ഒരാളാണ്. അതുകൊണ്ട് ട്രംപാണ് പറയുന്നത് എന്നെല്ലാവരും പറയും. ഇപ്പോൾ അങ്ങനെ ഒരു യൂസേജ് തന്നെ വന്നു കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ യഥാർത്ഥത്തിൽ വാൻസ്, അതായത് അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ്, US വൈസ് പ്രസിഡൻറ്റ് ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നതിന് വളരെ എഗൻസ്റ്റായിട്ട് ആണ്. എഗൻസ്റ്റ് മാത്രം എന്നുള്ളത് മാത്രമല്ല, നെതന്യാഹുവിനെ വിളിച്ച് വളരെ ശകാരിച്ചു എന്നുള്ളതാണ് കേൾക്കാനുള്ളത്. പക്ഷേ അതെന്തൊക്കെ ആയിക്കോട്ടെ, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെഷീം ചേഞ്ചാണ് അവിടെ വേണ്ടത്. അതായത് ഇപ്പോഴത്തെ ഭരണ സംവിധാനം മുഴുവൻ മാറ്റണം. എന്നിട്ട് ഈ ഇറാനെ വെട്ടിമുറിച്ച് പല കഷണങ്ങളാക്കിയിട്ട് ഓരോ കൊച്ചു കഷണങ്ങളായിട്ട് മാറ്റിയെടുക്കണം. എന്നാലേ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ പ്രശ്നം അതല്ല. ഈ യുദ്ധം ഇപ്പോൾ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ മറ്റ് ഇതേപോലെ ചില ഭീകര സംഘടനകളും കൂടെ ഏറ്റെടുത്തു. അത് ഹമാസും ഒക്കെ ഏറ്റെടുത്തേക്കാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതങ്ങ് വ്യാപിക്കും. ഇന്നിപ്പം ഉണ്ടായേക്കുന്ന പ്രശ്നം അതല്ല. ഇന്നൊരു വളരെ വല്ലാത്ത ഒരു മൂവ് ഉണ്ടായി. അത് മുസ്തഫ ഖൊമേനി, അതായത് ഇപ്പോഴത്തെ ഇറാൻ്റെ പരമോന്നത നേതാവ്, കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖൊമേനിയുടെ രണ്ടാമത്തെ മകൻ, അദ്ദേഹം മരണപ്പെട്ടുവെന്നും കൊല്ലപ്പെട്ടുവെന്നും ഒക്കെ ട്രംപ് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവന വന്നു, അദ്ദേഹത്തിൻ്റെ സന്ദേശം വന്നു. ഇറാഖിലെ പാരാമിലിറ്ററി ഗ്രൂപ്പുകളെ അഭിനന്ദിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. അവരെ പുകഴ്ത്തിക്കൊണ്ട് അവർ ചെയ്ത സഹായം എന്ന് പറഞ്ഞാൽ അവർ ഈ അമേരിക്കൻ താവളങ്ങൾ, ഈ ഗൾഫ് കൺട്രീസിലേത് അമേരിക്കൻ താവളങ്ങൾ ഇസ്രായേലിലൊക്കെ അങ്ങ് ആക്രമിച്ചു. അത് ഇന്ന് ഇസ്രായേലിൽ വലിയ 2 സ്ഫോടനമാണ് ഉണ്ടായേക്കുന്നത്. അവരാക്രമിച്ചു. അതാ ഞാൻ പറഞ്ഞ യുദ്ധം പുതിയ അപ്പോൾ ഇറാഖിലെ പോലും ഉള്ള സഹായം ഇപ്പോൾ ഇറാന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ റഷ്യൻ, ചൈനീസ് സഹായങ്ങളും അതും ഇറാന് കിട്ടുന്നുണ്ട്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇസ്രയേൽ ഒറ്റപ്പെടാനുള്ള ഒരു സാധ്യതയാണ് വരുന്നത്. ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് തന്നെ വളരെ ആപത്തിലാവും. ഈ യഥാർത്ഥത്തിൽ ഇന്ത്യ എന്തുകൊണ്ട് ഇതിനെ അപലപിക്കുന്നില്ല എന്ന് ഒന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇന്ത്യ യഥാർത്ഥത്തിൽ നട്ടലോടുകൂടി പെരുമാറുന്ന ഇൻ്റർനാഷണൽ, അന്തർദേശീയ സമൂഹം മുഴുവൻ ഇന്ത്യയെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാര്യത്തിൽ. അപ്പോൾ ഈ യുദ്ധത്തിന് തുടങ്ങിയതിനെ അപലപിക്കണം, ഇത് തീർക്കാൻ അവർ തയ്യാറാകണം എന്ന് ഇന്ത്യ ശക്തമായ ഒരു നിലപാടെടുക്കേണ്ടതാണ്. കാരണം ഇന്ത്യക്ക് ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരുടെ രക്ഷയാണല്ലോ ആദ്യം നോക്കേണ്ടത്, പിന്നല്ലേ മറ്റാളുകളുടെ കാര്യം നോക്കേണ്ടത്. ഇന്ത്യയിലെ 1 കോടിയിൽ പരം ജനങ്ങൾ വസിക്കുന്ന സ്ഥലമാണ് GCC കൺട്രീസ്. മറ്റ് GCC കൺട്രീസിലുള്ള താമസം എന്ന് പറയുന്നുണ്ടല്ലോ, വളരെ ഒരു സേഫ് ഹെവൻ, അതായത് വളരെ സുരക്ഷയുള്ള ഒരു സ്വർഗലോകം എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ ഇന്ത്യക്കാർ കണക്കാക്കിയിരുന്നത് ഗൾഫിനെ മുഴുവൻ. ഇപ്പോൾ സൗദി അറേബ്യയിലായാലും, ദുബായിലായാലും, ബഹ്റിനിലായാലും, ഖത്തറിലായാലും, ഒമാനിലായാലും, കുവൈറ്റിലായാലും ഇത് ഒരു സേഫ് ഹെവൻ, നമുക്ക് വളരെ സുരക്ഷിതത്വമുള്ള ഒരു സ്വർഗം ലോകം എന്നുള്ള ഒരു കണക്കൂട്ടലായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതങ്ങ് പോയി കിട്ടിയപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ അവിടെ സുരക്ഷിതത്വം ഉള്ളത്? അവിടെ ആ സുരക്ഷിതത്വം ഇല്ലാതായില്ലേ? അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഈ അമേരിക്കയും ഇസ്രയേലും അല്ലേ അതിൻ്റെ ഉത്തരവാദികൾ?
അപ്പോൾ ഇത് അതിനെ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നട്ടലോട് കൂടി പറയാൻ തയ്യാറാവണം. അമേരിക്കയും ഇസ്രയേലും ഇത് നിർത്തണം, ഈ നരനായാട്ടം, ഈ നാശനഷ്ടങ്ങൾ നിർത്തണം. നിർത്തിയാൽ മാത്രമേ ഇറാൻ നിർത്തുള്ളൂ. ഇറാൻ്റെ ഭാഗത്ത് അവിടെ ന്യായമുള്ളതാണ്. കാരണം അവരനങ്ങാതിരുന്നതാണ്. അവരെ പോയി ഇതുപോലെ ചൊറിഞ്ഞ് കുഴപ്പമുണ്ടാക്കിയതാണ്. ഇനി എന്തുവാ ഇപ്പം പറയപ്പെടുന്നത് എന്തോന്നറിയോ? ഭീഷണി അടുത്തത് ഇറാൻ്റെ ഒരു ദ്വീപുണ്ട്, അവിടാണ് ഇറാൻ്റെ എണ്ണപ്പാടം, ഏറ്റവും വലിയ എണ്ണപ്പാടമുള്ളത് മുഴുവൻ. അപ്പോൾ ആ ദ്വീപ് ഇപ്പം ആക്രമിച്ച് പിടിച്ചെടുക്കാൻ പോവുകയാണെന്നാണ്. അതുപോലെ തന്നെ ഈ ഹോർമോസ് നിയന്ത്രിക്കുന്നത് ഇറാൻ്റെ കൈവശമുള്ള ഒരു ദ്വീപിൽ നിന്നാണ്. അപ്പോൾ ആ ദ്വീപും പിടിച്ചെടുക്കുമെന്നാണ്. അപ്പോൾ ഇറാൻ പറഞ്ഞേക്കുന്നത് ഒന്നുമില്ല, ഞങ്ങളുടെ ഈ ദ്വീപിലെങ്ങാണോ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നാൽ അതിന് കുറേ പട്ടാളക്കാരെ കൊല്ലാനായിട്ട് അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം അമേരിക്കൻ പട്ടാളക്കാർ വെറുതെ കൊല്ലപ്പെടും അവർ. കാരണം അവർക്ക് ഇവിടുത്തെ ടെറൈനൊന്നും അവർക്കറിയില്ല. അവർ അമേരിക്ക കാണുന്നത് പോലൊന്നുമല്ല. പഴയ വിയറ്റ്നാം വാറിനെ കഴിയും വളരെ മോശമായിട്ട് പോകും. വിയറ്റ്നാമിൽ എത്ര അമേരിക്കക്കാർ പട്ടാളക്കാർ പോയി കൊന്നു. അവരുടെ യുദ്ധതന്ത്രങ്ങളെന്ന് പറയുന്നത് വിയറ്റ്നാംകാരുടെ അത് അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നവരൊന്നുമായിരുന്നില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അവർ നാടൻ ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ ആളുകളെ വീഴ്ത്തി കൊല്ലുമായിരുന്നു, അമേരിക്കൻ പട്ടാളക്കാരെ. അങ്ങനെ അവിടുന്ന് എങ്ങനെയെങ്കിലും തടികൂരി അങ്ങ് പോയതാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോയതോ ഇതുപോലാണ്. ഇപ്പം സിറിയ, അവിടെ മുഴുവൻ അശാന്തി നിറഞ്ഞ ഒരു സ്ഥലമായിട്ട് അങ്ങ് മാറി. സിറിയയിൽ ഇപ്പോഴും അമേരിക്കയ്ക്ക് താവളമുണ്ട്. ആ താവളമൊക്കെ അടിച്ച് നശിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇത് എവിടെ ഉണ്ടെങ്കിലും ഇന്ന് ഇറാഖിലെ പാരാമിലിറ്ററി ഫോഴ്സ്, ഇറാഖിലെ ആ പാരാമിലിറ്ററി ഫോഴ്സുകൾ അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചേക്കാണ് പല ഭാഗത്തും. അതുപോലെ തന്നെ ഇസ്രയേലിനെ അവരെ ആക്രമിച്ചു. കൈവിട്ട കളിയാണ്. അതിപ്പോൾ യുദ്ധം വ്യാപിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണത്. അത് അമേരിക്ക ഇനി കൂടുതലായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യതയില്ല. ഇപ്പം ട്രംപ് ഇതിൽ കയറി കൈയിട്ട് പോയി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിക്കൊണ്ട് പോകണം. പക്ഷേ ഇറാൻ അതിന് തയ്യാറല്ല. ചർച്ചകൾക്ക് തയ്യാറാവണമെങ്കിൽ ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഇറാൻ അങ്ങോട്ട് ഒരു 15 ആവശ്യങ്ങൾ മുൻനിർത്തി ഒരു യുദ്ധത്തിൻ്റെ തീർക്കാനുള്ള കാര്യങ്ങൾ ട്രംപ് എഴുതി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അവർ ഇതെടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് അവരൊരു 5 എണ്ണം എഴുതി ഇങ്ങോട്ടും കൊടുത്തു തിരിച്ച്. ആ രീതിയിൽ ഇരിക്കുകയാണ്. പാകിസ്ഥാനാണ് ഇപ്പോൾ ഇടനിലയിൽ നിൽക്കുന്നത്. ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ വെച്ച് ഇതിൻ്റെ സംഭാഷണമൊക്കെ നടന്നേക്കാം. ഏതായാലും ഈ നടന്നെങ്ങനെയെങ്കിലും ഇതങ്ങ് പോയി തീരട്ടെ. കാരണം അത് പാകിസ്ഥാനിലായാലും എവിടെ വെച്ചായാലും ഇതെങ്ങനെയെങ്കിലും ഈ യുദ്ധം അങ്ങ് അവസാനിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. നമ്മുടെ ജനങ്ങൾ, ഈ 1 കോടി ജനങ്ങൾ എന്തു ചെയ്യും? അവരുടെ ജോലി നഷ്ടപ്പെടും, അവരുടെ വാസസ്ഥലം മുഴുവൻ നഷ്ടപ്പെടും, അവരവിടെയൊക്കെ സ്വരുക്കൂട്ടിയിരിക്കുന്ന സമ്പാദ്യമൊക്കെ നഷ്ടപ്പെടും. അവർ ഒന്നുമില്ലാതെ അവർ തിരിച്ചു വരേണ്ട ഗതികേട് വരും. ഇവാക്വേഷൻ എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റി അല്ല. കാരണം ഇവാക്വേഷൻ വന്നപ്പോൾ പണ്ട് ഒരു പ്രശ്നം ഉണ്ടായത്, കുവൈറ്റിലെ ഇൻവേഷൻ വന്നല്ലോ. സദാം ഹുസൈൻ കുവൈറ്റ് കീഴടക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അവിടുത്തെ യുദ്ധം കൊടുമ്പിരി കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ജനങ്ങളെയൊക്കെ ഇവാക്വേറ്റ് ചെയ്തു. നമ്മുടെ ആളുകളെ ഇവാക്വേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് വലിയൊരു പേരുദോഷം ഉണ്ടായി. കാരണം അവിടെ യുദ്ധം നടക്കുമ്പോഴാണ് അവിടെ ഈ ഡോക്ടേഴ്സിനെയും നേഴ്സുമാരെയൊക്കെ ആവശ്യമുള്ളത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ നേഴ്സുമാരെയും ഡോക്ടർമാരെയും എല്ലാം കയറ്റി അങ്ങ് കൊണ്ടുപോയില്ലേ എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇവാക്വേഷൻ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി അല്ല. മാത്രമല്ല ഈ 1 കോടി ജനങ്ങളെ ഇവാക്വേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അത് ആ പേരുദോഷത്തിന് തയ്യാറാവുന്നതിലും നല്ലത് ഇന്ത്യ ശക്തമായൊരു സ്റ്റാൻഡ് എടുക്കണം. ഇപ്പോഴെങ്കിലും ഈ അഴവഴമ്പൻ നടപടി ഇതങ്ങോട്ട് എടുക്കരുത്. ഇപ്പം തന്നെ അനവസരത്തിലുള്ള ഒരു സന്ദർശനം പ്രധാനമന്ത്രി നടത്തി. അതായത് ഈ യുദ്ധത്തിന് തൊട്ട് മുമ്പ് നടത്തി കഴിഞ്ഞ് പ്രധാനമന്ത്രി ഇഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ യുദ്ധം ഇവർ അറ്റാക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പേരുദോഷം ഉണ്ടായതാണ്, ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്തതാണ്. അപ്പോൾ ആ പേരുദോഷം മാറ്റാൻ ഇപ്പോൾ ഇറാൻ അത് മറന്ന ലക്ഷണമാണ്. ഇനിയെങ്കിലും ഈ യുദ്ധത്തിനെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കണം നമ്മുടെ ഇന്ത്യ. നമ്മുടെ പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞിട്ട് വിളിച്ചു പറയണം. രണ്ടും, അതായത് നെതന്യാഹുവിൻ്റെ അടുത്തും പറയണം, അതുപോലെ ഉണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നെതന്യാഹു, അല്ലെങ്കിൽ ഇസ്രയേലിലെ ഭരണകൂടത്തിൻ്റെ അടുത്ത് പറയണം. അതേപോലെ തന്നെ പ്രസിഡന്റ് ട്രംപിനും എൻ്റെ അടുത്തും പറയണം, യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമേഷ്യ കത്തും. കാരണം ഇറാൻ എന്തും ചെയ്യും.
അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർക്കെതിരെ ഇത്രയും വലിയ ശക്തികളാണ് പൊരുതുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ട്രംപ് ഒറ്റപ്പെടുന്നതിൻ്റെ ഒരു കാഴ്ച നമ്മളിപ്പോൾ കാണുകയാണ്. നാറ്റോ അവർ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. അവർ പറഞ്ഞ ഇതിനകത്ത് കൈയിടാൻ ഞങ്ങളില്ല, ഞങ്ങളുടെ സഹായമൊന്നും ഇതിന് കിട്ടത്തില്ല, ആ രീതിയായി. ഇപ്പോൾ അതേപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് അത് തുറക്കാതെ ഒരു മാർഗവുമില്ല. ഇറാൻ അത് ആകെപ്പാടെ തുറന്നു കൊടുത്തേക്കുന്നത് ചൈനയ്ക്കും റഷ്യയ്ക്കും ഫ്രീ പാസ്സാണ്. ഇന്ത്യയുടെ കപ്പലുകളും കടത്തിവിടുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ കൺട്രോൾഡായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെക്കാനിസമാണ്. അപ്പോൾ അവർ അത് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, അവർ ഇത് വ്യാപിക്കാൻ പോയി കഴിഞ്ഞാൽ ഇനി സൂയസ് കനാൽ അടക്കേണ്ട ഗതികേട് വരും, ഇതുപോലൊക്കെ വരും. ഇനിയിപ്പോൾ എന്താ, ഇവർ അണുവായുധം വികസിപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ, അണുവായുധം ഉണ്ടാക്കാൻ പോകുന്നു എന്നും പറഞ്ഞാണ് അവർ കയറി ആക്രമിച്ചത്. ഒരു കാര്യമില്ല, ആണവോർജ്ജമുണ്ട്, എല്ലാ രാജ്യങ്ങളും ആണവോർജ്ജം ഉപയോഗിക്കുന്നതല്ലേ. അണുവായുധം അവർ ഉണ്ടാക്കാൻ പോകുന്നു, അതുകൊണ്ട് അവരെ അതിനാക്രമിക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി അണുവായുധം ഉപയോഗിക്കാൻ പറ്റുമോ? കാരണം അണുവായുധം അവർ നിർമ്മിക്കരുത് എന്ന് പറഞ്ഞാണ് അവരെ ആക്രമിച്ചേക്കുന്നത്. എന്നിട്ട് അവിടെ അണുവായുധം പ്രയോഗിക്കാനും ഒക്കത്തില്ലല്ലോ. പക്ഷേ ആണവായുധങ്ങളുള്ള സംവിധാനങ്ങളൊക്കെ, കപ്പലുകളൊക്കെ അങ്ങോട്ട് പോകുന്നു. നേരത്തെ 2-3 കപ്പലുകളൊക്കെ ചെന്നതാണ് കേട്ടോ. അത് എവിടെയാണെന്ന് നമുക്കിനി മാന്തി എടുക്കാൻ പോലും പറ്റത്തില്ല, ആ പരുവമായിട്ടുണ്ട്. അവർ ഈ വെറുതെ ഒന്നും വിടത്തില്ല ഇതിനെ. ഇറാനെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഈ അപകടം പറ്റിയത്. ഇനി കരയുദ്ധം, ഇറാൻ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? അവർ കാത്തിരിക്കുകയാണ്. കരയുദ്ധത്തിന് പട്ടാളക്കാർ ഇറാൻ്റെ മണ്ണിലോട്ട് കയറട്ടെ. അവർ ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. വളരെ വലിയ അപകടത്തിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. അവരുടെ മനുഷ്യജീവനാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരടുത്ത് പറഞ്ഞാൽ അവർക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് പോയേ പറ്റുള്ളൂ. അവരങ്ങനെ വരുന്നു. മനുഷ്യരാണ് അവരും. അപ്പോൾ ഇരുന്നുകൊണ്ടങ്ങ് വിളിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ട്രംപിന് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ മതി, എന്തനാവശ്യം വിളിച്ച് പറയാം. പക്ഷേ അനുഭവിക്കുന്ന അൾട്ടിമേറ്റ്ലി മനുഷ്യരാണ്. ഇപ്പം തന്നെ എത്ര പേരാ അനുഭവിക്കാൻ പോകുന്നത്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോണം. ഒരു സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മളങ്ങോട്ട് പെട്രോൾ ബങ്കിൽ ചെല്ലുക, നോ സ്റ്റോക്ക് എഴുതി വച്ചേക്കുന്ന ഒരു സമയം വന്നാൽ എന്തു ചെയ്യും? അത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ വന്നുകൂടാന്നൊന്നും പറയാൻ ഒക്കത്തില്ല. ഈ രീതിയിൽ ഇത് കത്തിപ്പടർന്നാൽ എല്ലാം പോവും. കണ്ട എണ്ണപ്പാടങ്ങൾ മുഴുവൻ, ഓയിൽ ഇൻസ്റ്റലേഷൻസ് മുഴുവൻ ഇപ്പോൾ ഇറാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഖത്തറിലെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടായേക്കുന്ന നഷ്ടമെന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരെണ്ണമല്ല. 5 വർഷം വേണം അത് പുനഃസ്ഥാപിച്ചെടുക്കണമെങ്കിൽ അവരുടെ എണ്ണ വ്യാപാരം ആ രീതിയിലേക്കായി. അപ്പോൾ ഇത് പല രാജ്യങ്ങളിലും ആരാംകോ നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ആരാംകോ എന്ന് പറയുന്നതാണ് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിൽ ഒന്നാണ്. അത് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. കാരണം അവിടെ അറ്റാക്കായി. കുവൈറ്റിൻ്റെ എയർപോർട്ട് അത് തകർത്ത് നാശമാക്കി. അത് അമേരിക്കൻ എക്യുപ്മെൻറ്റ്സ് മുഴുവൻ ഉള്ള ഒരു എയർപോർട്ടാണ് കുവൈറ്റിൻ്റെ എയർപോർട്ട്. അത് പോയി. ഇനി അതൊക്കെ റീബിൽഡ് ചെയ്ത് വരണം. അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു പ്രത്യേക വിമാനമുണ്ട്. അതായത് ഏത് മിസൈലിനെ മുൻകൂട്ടി കാണാനും ഒക്കെ ഉള്ള ഒരു വിമാനം. ആ വിമാനമുണ്ടല്ലോ, അത് ആ സൗദി താവളത്തിൽ ആ വിമാനം കാത്തി കിടക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുപോലായി. അപ്പോൾ ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഇടയ്ക്ക് നല്ല രസകരമായ ഓരോ കാര്യവും പറയുന്നുണ്ട്. ട്രംപിനെ ഇറാനിൽ നിന്ന് അവരൊക്കെ കൂടെ വിളിച്ചെന്ന്. എന്തിനെന്നറിയോ? അവിടുത്തെ പരമോന്നത നേതാവാകാൻ. നല്ല യോഗ്യതയുണ്ട് ഇയാൾക്ക് അതിന്. അവിടെ മതപരമായ വലിയ അറിവുള്ള ആളിനെ, ആ ഒരു മതപണ്ഡിതന് മാത്രമേ ഈ പരമോന്നത നേതാവായിട്ട് അവരെടുക്കുള്ളൂ. ട്രംപ് നല്ല മതപണ്ഡിതനാണ്. ട്രംപിനെ നിർബന്ധമായിട്ട് വിളിച്ചേക്കുകയാണ് അവർ പരമോന്നത നേതാവാൻ. അതാണ് ആ വർത്തമാനം വരെ പറയുന്ന ഒരാളെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നത്? ഇയാളുടെ വാചകത്തിലാണ് ഈ യുദ്ധം മുഴുവൻ നടന്നതും ഈ നാശം ലോകം മുഴുവൻ അനുഭവിക്കുന്നതും. അപ്പോൾ എതിരെ ഇന്ത്യ യഥാർത്ഥത്തിൽ ശക്തമായി പ്രതികരിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രി ഒരു കാര്യം ചെയ്യണം. മൈ ഫ്രണ്ടൊക്കെ അവിടെ ഇരിക്കട്ടെ, ആ ഫ്രണ്ടൊക്കെ പിന്നെ അത് പ്രസിഡൻ്റ് ഓഫ് അമേരിക്ക മൈ ഫ്രണ്ട്, ആ ഫ്രണ്ടിനെയൊക്കെ ഇപ്പം അങ്ങ് കളയണം. ഫ്രണ്ടല്ല വേണ്ടത്, ഇന്ത്യക്കാരാ വേണ്ടത് എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൈക്കൊള്ളണം.
ഇല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ നഷ്ടമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങൾ ഇതുപോലെ ഈ ഗൾഫിനെ ഈ ഇറാനെ ആക്രമിക്കാനായിട്ട് മുതിരുകയാണെന്നുണ്ടെങ്കിൽ അതവർ തീക്കൊള്ളി കൊണ്ട് തലയൊറിയുന്നതിന് തുല്യമാവും. കാരണം ഇറാൻ എന്ന് പറയുന്നത് അവർക്ക് വേറെ അവരൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു. ടെഹ്റാനിലൊക്കെ ഒന്നും ഇല്ലാതായിട്ടുണ്ട്. കെട്ടിടങ്ങളൊന്നും ഇനിയില്ല. ഇനി ബോംബിടാൻ അവിടെ കൊല്ലപ്പെടാനും പുതിയതായിട്ട് ആളുകളെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അവരെന്തിനും മുതിർന്നിറങ്ങുന്നവരാണ്. അവരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. കാരണം ജീവിതത്തിൽ ഭയമില്ലാത്ത ഒരുത്തനെ ആക്രമിക്കാൻ പോയാൽ എന്തായിരിക്കും സംഭവം ആലോചിച്ച് നോക്കിക്കോളൂ. അതാ നടക്കാൻ പോകുന്നത്. കത്തും മുഴുവൻ കത്തും, ഗൾഫ് മുഴുവൻ ആ രീതിയിലാകും. കാരണം അവർക്ക് സൈനിക ശേഷി ഇപ്പോഴില്ല. അവരുടെ മിസൈൽ അവരുടെ എല്ലാം തകർത്തു കഴിഞ്ഞു. അവർക്ക് മിസൈൽ നിർമ്മിക്കാൻ ഒക്കത്തില്ലെന്നൊക്കെ പറയല്ലേ. പക്ഷേ ഈ പറഞ്ഞ നാക്ക് വായിലിടുന്നതിന് മുമ്പ് ഒരു 100 എണ്ണമാണ് ഒന്നിച്ചങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ഇരിക്കുകയാണ്. അമേരിക്ക ഇത്രയും ദൂരമായതുകൊണ്ട് യഥാർത്ഥ അമേരിക്ക രക്ഷപ്പെടുന്നു. അമേരിക്കക്കാരും ഇല്ലെങ്കിലുണ്ടല്ലോ ഇറാൻ വെറുതെ ഇരിക്കത്തില്ല. ഇത് വളരെ അപകടം പിടിച്ചതാണ്. യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഇവർ ആദ്യം യുദ്ധം അങ്ങ് പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ട്രംപ് പറയുന്നത് പോലല്ല. ലോകരാജ്യങ്ങൾ ഇടപെടണം. ഇന്ത്യ ഉൾപ്പെടെ ഇടപെട്ടിട്ട് യുദ്ധം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെയൊക്കെ വാക്കിന് ഇറാൻ വില കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ നിർത്താൻ തയ്യാറാവും. അത് എത്രയും പെട്ടെന്ന് ചെയ്യണം.